അങ്ങനെ കോഴിക്കോട് എത്തുകയും അവിടെ നിന്നൊരു സ്ഥാപനത്തിൽ നിന്ന് മതപഠനം തുടരുകയും ചെയ്തു. ആ അവസരത്തിൽ ഈ കേരളത്തിലെ വലിയ മതപണ്ഡിത പ്രസ്ഥാനം എന്ന് പറയപ്പെടുന്ന സുന്നി പ്രസ്ഥാനം, അതിന്റെ നേതാവ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അവിടെ വന്ന് കാണുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിക്കുവാൻ വേണ്ടി ക്ഷണിക്കുകയും അങ്ങനെ ആ സമയം സ്വീകരിച്ച് ആ പ്രസ്ഥാനത്തിലേക്ക് പോവുകയും ചെയ്തു. കാരണം ഇസ്ലാം എന്തെന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഇത്തരം ആളുകളാണ് ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരെന്ന് കാണുകയും അവരുടെ വേഷ സംവിധാനവും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇസ്ലാമിന്റെ ആദർശം ഉൾക്കൊള്ളുകയാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ അതിലേക്ക് കടന്നു പോവുകയും അവിടെ പോയപ്പോൾ എന്റെ സമുദായത്തിൽ ഉണ്ടായിരുന്നേക്കാൾ അതിനപ്പുറമായ അവസ്ഥ. എന്താണ് അവിടെ കാണുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ആളുകൾ ഇവിടെ നിർത്തിയിരിക്കുന്ന ബിംബത്തിന് മുമ്പിൽ അവരുടെ കാര്യങ്ങൾ അർപ്പിക്കുകയെന്ന് ഒരു ബോധമുണ്ടെങ്കിൽ ഈ ആളുകൾ പറയുന്ന ഇതിലൂടെ മറ്റൊന്ന് കണ്ടെത്തുമെന്ന് പറയുന്ന ആളുകൾ പോലും ചെയ്യാത്ത രീതിയിലുള്ള അപ്പുറമുള്ള കാര്യങ്ങൾ. അങ്ങനെ കേരളത്തിലൊട്ടാകെ ഒരു സിയാർത്ത് ടൂർ സംഘടിപ്പിക്കുകയും കാന്തപുരത്തിനോട് പല സിയാർത്ത് ടൂറുകൾ പങ്കെടുക്കുകയും ചെയ്തു. അപ്പോൾ അവിടെ കാണാൻ കഴിഞ്ഞത് മക്ബറകളെ കെട്ടിപ്പിടിച്ച് കരയുന്ന കാന്തപുരത്തിന്, ആ ഷേഖിന പല ഖബറുകളിലെയും തുണികൾ മുത്തുന്ന ഒരവസ്ഥ. അപ്പോൾ ഇത്തരം ഒരു മത ആചാര്യൻ ഏകദൈവ വിശ്വാസത്തിനെ കൂടുതൽ പ്രോത്സാഹനം ചെയ്യുന്ന ഇസ്ലാമിലുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതും അവിടെ നിന്ന് എങ്ങനെയും രക്ഷപ്പെട്ടാൽ മതി, കാരണം ഉണ്ടായിരുന്ന മതത്തിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നൊരവസ്ഥ. കാരണം ഇത്തരത്തിലൊരു അവസ്ഥയിൽ പിടിച്ചു നിൽക്കാൻ ആർക്കും കഴിയില്ല. കാരണം അവിടെ കാണുന്നതും പ്രവർത്തിക്കുന്നതും അവരുടെ നേർച്ചയും വഴിപാടും അതുപോലെ തന്നെ മനുഷ്യന്റെ പേരിൽ അർക്കപ്പെടുന്ന മൃഗങ്ങളും ഇവിടെ ഞാൻ കണ്ടതും പഠിച്ചതും അതുപോലെ തന്നെ വായിച്ച പുസ്തകങ്ങളിൽ ഒന്നുമില്ലാത്ത കുറെ ആശയങ്ങൾ. ഇതൊക്കെ അവരോട് ചോദിച്ചാൽ തരുന്ന മറുപടി ഇപ്പോഴൊന്നും പഠിക്കാറായിട്ടില്ല, ഇനി പഠിച്ചു വരുമ്പോൾ കിതാബ് ഓതി വരുമ്പോഴേ മനസ്സിലാവൂ, അതിനുശേഷം എല്ലാം തിരിയുള്ളൂ. അപ്പോ ചെറിയ ചെറിയ ഇസ്ലാമിലെ ചെറിയ ചെറിയ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കപ്പെടുന്ന കാര്യങ്ങൾ പോലും ചോദിക്കുന്ന അവസരത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്ന പണ്ഡിതന്മാരുണ്ട്, പണ്ഡിതന്മാർ പറയുന്നതാണ് അനുസരിക്കേണ്ടത്. അപ്പൊ പിന്നെ മറ്റൊരു മതവും ഇത് തമ്മിൽ എന്താണ് വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന രീതിയിൽ അവിടുന്ന് ഒരു ദിവസം നാട്ടിൽ നിന്ന് നാടുവിട്ട പോലെ അവിടെ നിന്ന് നാടുവിടേണ്ട അവസ്ഥ. അവിടെ നിന്ന് ഓടി അങ്ങനെ യഥാർത്ഥമായ ഇസ്ലാമിന്റെ തനതായ ആശയം ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനത്തിലേക്ക് തിരിച്ചെത്തുകയും അവിടെ നിന്ന് ഇസ്ലാമിനെ കൂടുതൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എൻ്റെ അവസ്ഥ. ഇതിൽ നിന്നും എൻ്റെ സഹോദരന്മാരോട് എനിക്ക് പറയുവാനുള്ളത്, ദീനുൽ ഇസ്ലാമിന്റെ ദഅവത്ത് അത് മാനുഷിക മൂല്യങ്ങളെ കൂടുതൽ ഉറപ്പുള്ളതാക്കുകയും നാളെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യമുള്ളതുമായ ഒരു വസ്തുതയാണ്. എത്രയോ മനുഷ്യർ ഇതുപോലെ പല പ്രശ്നങ്ങളിൽ മുഴുകുന്നു. എന്നെ പോലെയല്ല, പല പ്രശ്നങ്ങളിലും അവർക്ക് സത്യദീനങ്ങൾ ഉൾക്കൊണ്ട ആളുകൾ പലവിധമായ പ്രശ്നങ്ങൾ അനുഭവിക്കുമ്പോഴും മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ള ഇത്തരത്തിലുള്ള ഒരു നീചമായ പ്രവൃത്തികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള അവസ്ഥ കാണുമ്പോൾ ആ മനുഷ്യർക്ക് നിന്ന മതത്തിൽ തന്നെ തിരിച്ചു പോകാനുള്ള അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാതെ എന്റെ സുഹൃത്തുക്കൾ ക്യാമ്പസുകളിലുള്ള അമുസ്ലിങ്ങളുമായി സംസാരിക്കുകയും അവരോട് സത്യദീനന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അവരെ നേരായ ഒരു മാർഗത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്താൽ നമ്മുടെ ജീവിതവും സുരക്ഷിതമായി, അവരുടെ ഭാവിയും സുരക്ഷിതമായി. കാരണം ഇത്തരത്തിലുള്ള ഒരു മറ്റു വേദഗ്രന്ഥങ്ങളും വ്യത്യസ്തമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യങ്ങൾ കൂടുതൽ പ്രാവർത്തികമാക്കുന്ന ഒരു സമൂഹമാണ് മുസ്ലിം സമൂഹം. മറ്റു ഏതൊരു ആചാര്യം പറഞ്ഞ കാര്യങ്ങളും കൂടുതൽ അംഗീകരിക്കാത്ത സമൂഹത്തിനേക്കാളും മുഹമ്മദ് നബി പഠിപ്പിച്ചിരുന്ന ആദർശം കൂടുതൽ മനസ്സിലാക്കുന്ന ഇന്ന് നിലനിൽക്കുന്ന ഒരു സമൂഹമുണ്ടെങ്കിൽ അത് മുസ്ലിം സമൂഹമാണ്. അതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ എന്റെ സദസ്സിൽ അന്ന് എത്തിയിട്ടില്ലാത്തവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുന്ന പോലെ എന്റെ സുഹൃത്തുക്കൾ മറ്റുള്ളവർക്ക് ഇസ്ലാം എത്തിച്ചു കൊടുക്കുക. അതിലൂടെ നമ്മുടെ ഭാവിയും സുരക്ഷിതമാക്കുക, മറ്റുള്ളവരുടെ ഭാവിയും സുരക്ഷിതമാക്കുക. ഞാൻ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.